പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ എം പി ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ചോദ്യത്തിന് കാരണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം 20 എം പിമാരെ പാർലമെൻറ്റിലേക്ക് അയച്ചു. അതിൽ പ്രിയം പറഞ്ഞതുപോലെ എന്താണ്, ഒരൊറ്റ എം പിയെ കേരളത്തിലുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം സുരേഷ് ഗോപി, അതവിടെ ഇരിക്കട്ടെ. 20 എം പിമാർ പോയി. പിന്നെ നമുക്ക് രാജ്യസഭാ എം പിമാരുമുണ്ട്. ഇവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ട്. ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ് എം പിമാർക്ക് ഒരു ഫണ്ടുണ്ട്. ഒരു വർഷം 5 കോടി രൂപ. സ്വന്തം മണ്ഡലത്തിൽ എം പിമാരാണെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ, രാജ്യസഭാ എം പിമാർക്കാണെങ്കിൽ അവർക്ക് എവിടെ ഉപയോഗിക്കാം. അവർക്ക് വേണ്ടി ഓരോ വർഷവും 5 കോടി രൂപ കേന്ദ്രം കൊടുക്കും. അവർക്ക് എം പിമാരുടെ തനത് വികസന ഫണ്ടാണ്. അതുകൊണ്ടാണ് വെയിറ്റിംഗ് ഷെഡ്, ഹൈമാസ്റ്റ് ലൈറ്റൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, അത് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു കക്കൂസിൻ്റെ വലുപ്പമുള്ള വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ട് 50 ലക്ഷം എന്ന് കണക്കെഴുതുന്ന എം പിമാരെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. 1 ലക്ഷം രൂപ പോലും വേണ്ടാത്ത വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ട് 50 ലക്ഷം കണക്കെഴുതി അടിച്ചു മാറ്റും. എം പിയും കിങ്കരന്മാരോട് അടിച്ചു മാറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടാണ്. ആ ഫണ്ട് 5 വർഷം, ഇപ്പോൾ ജനുവരി മാസം കഴിയാൻ പോകുന്നു അല്ലേ? പകുതി കഴിഞ്ഞു. പകുതിയല്ല, 3/1 കഴിഞ്ഞു, 3/2 കഴിഞ്ഞു. മാർച്ച് 31 എം പി ഫണ്ട് 5 കോടി പാഴാവും. ആ പൈസ പോയി. അങ്ങനെയുള്ള എം പി ഫണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ 18ാം ലോകസഭ നിലവിൽ വന്നതിന് ശേഷം കേരളത്തിലെ എം പിമാർ എങ്ങനെ വിനിയോഗിച്ചു? ഞാൻ കണക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അറിയണം, നിങ്ങളുടെ എം പിമാർ നിങ്ങളെ എങ്ങനെ ചതിച്ചു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കേരളത്തിലെ 2 എം പിമാർ, അവരുടെ പേര് ഞാൻ പറയാം, രസകരമാണ്. എം കെ രാഘവൻ, കോഴിക്കോട് എം പി. ഇ ടി മുഹമ്മദ് ബഷീർ, അറിയാമല്ലോ, മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ്. 2 പേരും നയാ പൈസ ഉപയോഗിച്ചിട്ടില്ല. 0. 5 കോടി രൂപ നാട്ടിലെ വികസനത്തിന് വേണ്ടി, ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതി, പാലം, റോഡ്, വെയിറ്റിംഗ് ഷെഡ്, ലൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വർഷം തോറും കൊടുക്കുന്ന 5 കോടി രൂപയിൽ 1 രൂപ പോലും ഇതുവരെ, ജനുവരി 20-ാം തീയതി വരെയുള്ള കണക്കാണ്, 1 രൂപ പോലും വിനിയോഗിക്കാത്ത 2 എം പിമാരുണ്ട്. അവരുടെ പേര് എം കെ രാഘവൻ, ഇ ടി മുഹമ്മദ് ബഷീർ. ഇവരെന്തിനാണ് ഡൽഹി പോയിരിക്കുന്നത്? ഒരു മാസം നിങ്ങളുടെ പോക്കറ്റിലെ നികുതി പണത്തിൽ നിന്ന് ഇവർക്ക് 3-3.5 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അവരാർക്ക് വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൽ പോകുന്നത്? ബഹളം വെക്കാൻ അല്ലേ? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പൊട്ടനായ പ്രതിപക്ഷ നേതാവിൻ്റെ താളത്തിന് തുള്ളി പാർലമെൻറ്റ് തടസ്സപ്പെടുത്തി ഓരോ മിനിറ്റിലും 2.5 ലക്ഷം രൂപയുടെ നഷ്ടം. 1 മിനിറ്റ് പാർലമെൻറ്റ് നടക്കാതെ വരുമ്പോൾ 2.5 ലക്ഷം രൂപ നഷ്ടമാണ്. അത് നഷ്ടപ്പെടുത്തുന്ന ഈ എം പി പുങ്കുവന്മാർ, ഇവർ 2 പേർ അവരുടെ എം പി ഫണ്ടിൽ നിന്ന് ഇതുവരെ വിനിയോഗിച്ചിരിക്കുന്ന 0. നിങ്ങളുടെ എം പി ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെയും എം കെ രാഘവൻ്റെയും മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ നിങ്ങളെ സമ്പൂജ്യരാക്കിയിരിക്കുന്നു. ഇനി അബ്ദുൾ സമദ് സമദാനി എന്ന് പറഞ്ഞൊരു വലിയ പണ്ഡിത ശ്രേഷ്ഠനായ പാർലമെൻറ്റ് അംഗമുണ്ട് നമ്മുടെ നാട്ടിൽ. അദ്ദേഹം കേമനാണ് കേട്ടോ, ഇവരെ അപേക്ഷിച്ച്. അദ്ദേഹം 0.33% വിനിയോഗിച്ചിട്ടുണ്ട്. അതായത് ആകെയുള്ള അദ്ദേഹത്തിൻ്റെ എം പി ഫണ്ടിലെ 0.5% പോയിട്ട് 0.25% പോലും വിനിയോഗിച്ചിട്ടില്ല. 0.33%. ഇനി ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുന്നള്ളിപ്പിക്കുന്ന ഒരാളാണല്ലോ ഷാഫി പറമ്പിൽ. യുവർ രക്തം, ആദർശ പുരുഷൻ അല്ലേ? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം ഉയരുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് കോൺഗ്രസ്സുകാർ, ഒരു വിഭാഗം ആളുകൾ ഇത്തരം സോഷ്യൽ മീഡിയയിലും തെരുവിലും സജീവമായി രംഗത്തിറങ്ങുന്നത് എന്നോട് ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ അദ്ദേഹത്തിൻ്റെ അത് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. അങ്ങനെയൊന്നുമല്ല. രാഹുലിനെതിരെ കൃത്യമായ അന്വേഷണം നടന്ന ആ അന്വേഷണം വേറെ ഒരാളിലേക്ക് എത്തും, ഷാഫിയിലേക്ക്. അതുകൊണ്ട് രാഹുലിനെതിരെയുള്ള ആരോപണം ബേസ്ലെസ് ആണ്, അല്ലെങ്കിൽ അതിന് സമ്മതം ഉണ്ടായിരുന്നു എന്നങ്ങ് സ്ഥാപിച്ച് അതിന് ലഘൂകരിക്കണം. ആ അന്വേഷണം അവിടെ തീരണം. ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം, വി ഡി സതീശനെ ചിത്ത പറഞ്ഞാൽ, കെ സുധാകരനെ ചിത്ത പറഞ്ഞാൽ, രമേശ് ചെന്നിത്തലയെ ചിത്ത പറഞ്ഞാൽ, വിമർശിച്ചാൽ ഇളങ്ങാത്ത ഒരു കടന്നൽ കൂട്ടം ഷാഫി പറമ്പലിനെ കുറ്റം പറഞ്ഞാൽ ഇളകി വരും. അതിന് കാരണം എന്താണെന്നറിയോ? പൊളിറ്റിക്കൽ ഇസ്ലാം നാളെ മുന്നോട്ട് വെക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഷാഫി പറമ്പൽ. ഒരു സംശയമില്ല, എഴുതി വെച്ചോ. കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായി പൊളിറ്റിക്കൽ ഇസ്ലാം ഇപ്പോഴേ ലോഞ്ച് ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഷാഫി പറമ്പലിന് ഒരു അദൃശ്യമായ ലക്ഷ്മണരേഖ വരച്ചു വെച്ചിട്ട് ഷാഫിക്കെതിരെ പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ 100 കണക്കിന് ആളുകൾ വന്ന് തെറി പറയും. ഉറപ്പാണ്, നോക്കിക്കോ വീഡിയോ കഴിഞ്ഞിട്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല പ്രിയ, ഇതിനു മുമ്പുള്ള അനുഭവം കൊണ്ട് പറഞ്ഞാണ്. നമ്മൾ ഷാഫിയെ ഒന്ന് വിമർശിച്ചു പോയാൽ നമ്മുടെ മുൻകാല വീഡിയോകളുടെ താഴെ ചിത്തവിളികളുടെ ബഹളമായിരുന്നു.
വേറെ ആരെ നമ്മൾ വിമർശിച്ചാലും അതില്ല. അത് സ്വാഭാവികമാണെന്ന് കരുതുന്നുണ്ടോ? ഇനി നമുക്ക് ലിസ്റ്റിലേക്ക് വരാം. ഈ ഷാഫി പറമ്പിൽ വിനിയോഗിച്ചിരിക്കുന്നത് 4%. അതായത് 5 കോടി രൂപയുടെ 4% അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായ ഷാഫി പറമ്പിൽ വിനിയോഗിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞൊരു എം പി നമുക്കുണ്ട്. അദ്ദേഹം 4.21% ചിലവഴിച്ചിട്ടുണ്ട്. ഇനി നോക്കിയാൽ ഞാൻ എല്ലാവരുടെയും പറയുന്നില്ല, ചിലരുടെയൊക്കെ പറയാം. ഡീൻ കുര്യാക്കോസ് 24.33%, 5 കോടിയിൽ 24%, 1/4% വിനിയോഗിച്ചു എന്ന് പറയാം. പിന്നെ ഇതിൽ ഏറ്റവും മുന്നിൽ കേരളത്തിലെ എം പിമാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച ആളെക്കുറിച്ച് നമ്മൾ ഒരു ആദരപൂർവ്വം കുറച്ചെങ്കിലും കൊടുത്ത് സംസാരിക്കണം. ജോൺ ബ്രിട്ടാസിനെ കുറിച്ച്. രാജ്യസഭാ എം പിയായ ജോൺ ബ്രിട്ടാസ് 26.32%, 0.25%. ആകെയുള്ള 5 കോടിയുടെ 0.25% എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 കോടി, 1.5 കോടിയല്ല, 1.25 കോടിയോളം ജോൺ ബ്രിട്ടാസ് വിനിയോഗിച്ചിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് 24.33% വിനിയോഗിച്ചു. പ്രേമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ 21.42% വിനിയോഗിച്ചു. BK ശ്രീകണ്ഠൻ 18.72% വിനിയോഗിച്ചു. ഹൈബി ഈഡൻ എറണാകുളം എം പി, എറണാകുളത്ത് അജയ്യനായ എം പി, കാരണം കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥി ഇല്ലാത്ത കാരണം എക്കാലവും ജയിച്ചു വരുന്ന ആളാണ് ഹൈബി ഈഡനെ ഈ തെരഞ്ഞെടുപ്പിലും തോൽപ്പിക്കാൻ പറ്റില്ല. CPM എന്നുള്ള പാർട്ടി എറണാകുളത്തെ വലിയ പാർട്ടിയൊക്കെയാണെന്ന് പറയുന്നുണ്ട്, നല്ല ശേഷിയുള്ള പാർട്ടിയാണ്. പക്ഷേ ഹൈബിക്കെതിരെ മത്സരിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ഇല്ല. എറണാകുളത്തെ പല മണ്ഡലങ്ങളിലും CPMൻ്റെ സ്ഥിതി ആകട്ടോ. കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ CPMന് മത്സരിപ്പിക്കാൻ നല്ല സ്ഥാനാർത്ഥികളില്ല. അനിൽകുമാറിനെ പോലെയുള്ള നല്ല നേതാക്കന്മാരുണ്ട്. നമ്മുടെ മേയറായിരുന്ന, കൊച്ചി മേയറായിരുന്ന അനിൽകുമാർ ഒന്നാം തരം. എനിക്ക് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയുടെ ഭരണം അനിൽകുമാറിനെ പോലെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മേയർക്ക് കിട്ടാതെ പോയതിൽ എനിക്ക് വിഷമമുണ്ട്. അനിൽ പക്ഷേ മത്സരിച്ചിരുന്നില്ല. അനിലിപ്പം നിയമസഭയിലേക്ക് മത്സരിക്കുമായിരിക്കും. അപ്പം അനിൽകുമാറിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ എറണാകുളത്തുണ്ടെങ്കിൽ പോലും കാരണം ഹൈബിക്ക് ലത്തീൻ വോട്ടുകൾ, നമ്മൾ കരുതുന്ന പോലെ എറണാകുളത്തെ ഭൂരിപക്ഷം വരുന്ന ലത്തീനൊന്നും അല്ല കേട്ടോ. ഹിന്ദു ഈഴവ തന്നെയാണ് എറണാകുളത്തെയും ഭൂരിപക്ഷ വോട്ടർമാർ. പക്ഷേ ഹിന്ദു ഈഴവ വോട്ടുകൾ 3ആയിട്ട് വിഭജിച്ചു പോകും. കോൺഗ്രസ്, LDF, BJP ആയിട്ട് പോകും. ലത്തീൻ വോട്ടുകൾ ഒരുമിച്ച് വന്നിട്ട് ഹൈബിക്ക് വീഴും. അവിടെയാണ് ഹൈബി ജയിക്കുന്നത്. ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായാൽ മാത്രമേ സംഘടിതമായ ന്യൂനപക്ഷ വോട്ടുകളെ ചെറുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ചെലവിൽ ന്യൂനപക്ഷക്കാരൻ ജയിച്ചു പോകും. ഇപ്പോൾ കളമശ്ശേരി മണ്ഡലമുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിൽ ജയിക്കുന്നത് എപ്പോഴും മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കും. രാജീവ് ഇപ്പോൾ ജയിച്ചതൊഴിച്ചാൽ അതിന് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. കാരണം മുസ്ലിങ്ങൾക്ക് നിർണായക ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണോ? കളമശ്ശേരി അല്ല. കളമശ്ശേരി മണ്ഡലത്തിലെ 50%-ലേറെ വോട്ടർമാർ ഹിന്ദുക്കളാണ്. പക്ഷേ ഹിന്ദു വോട്ട് 3 കഷ്ണമാണ്. അപ്പുറത്തോ മുസ്ലിങ്ങളുടെ വോട്ടും കിട്ടും, ഹിന്ദുവിൻ്റെ വോട്ടും കിട്ടുമ്പോഴത്തേക്ക് UDF സ്ഥാനാർത്ഥി ജയിക്കും. അത് മാറിയത് രാജീവ് വന്നപ്പോഴാണ്. രാജീവിൻ്റെ വ്യക്തിപരമായ സ്വാധീനവും അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ്വില്ലും, അദ്ദേഹം ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. CPMനോട് നമുക്ക് തീർപ്പുണ്ടെങ്കിലും P രാജീവിനെ പോലെയുള്ള ഒരു നേതാവ് കളമശ്ശേരി വരുമ്പോൾ ഹിന്ദു വോട്ടുകളും രാജീവിന് നന്നായിട്ട് വീഴും. രാജീവ് ആ മണ്ഡലത്തിൽ അത്രത്തോളം സുപരിചിതനും വെൽ ബിഹേവ്ഡാണ്. നന്നായി ആളുകളോട് ഇടപെടാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ്. രാജീവ് കളമശ്ശേരി മണ്ഡലത്തിലെ ജനങ്ങളോട് നല്ല രീതിയിൽ സംവദിക്കുന്ന, ഇടപെടുന്ന, രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ആയിട്ടാണ് P രാജീവിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് രാജീവ് കളമശ്ശേരിയിൽ ജയിച്ചത്. അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത് വരാം. ഹൈബി ഈഡൻ 15.23% വിനിയോഗിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് 14.32% വിനിയോഗിച്ചു. അടൂർ പ്രകാശ് 14.25% വിനിയോഗിച്ചു. പ്രിയങ്ക ഗാന്ധി വധേര 13.37% വിനിയോഗിച്ചു. ശശി തരൂർ 13.28%. ശശി തരൂർ നേരമില്ല, അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് MB ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ചുള്ള കണക്കുകൾ. അപ്പോൾ ഇതിന് വേറൊരു ഭാഷ്യം ഞാൻ പറഞ്ഞു കേട്ടു. നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞൊരു കമൻറ്റ് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ MB ഫണ്ടെന്ന് പറഞ്ഞാൽ MBക്ക് ഇഷ്ടമുള്ളിടത്തൊന്നും വിനിയോഗിക്കാൻ പറ്റില്ല. മറിച്ച് അത് ഒരു ശുപാർശ ഉണ്ടാക്കണം. പുതിയ മാർഗ്ഗരേഖകൾ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ഡിസ്ട്രിക്ട് ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിക്ക് കൈമാറണം. അതോറിറ്റി 45 ദിവസത്തിനകം കൂടി ചേർന്ന് ഇത് പാസ്സാക്കണം എന്നൊക്കെയുണ്ട്. MB ശുപാർശ ചെയ്താലും MBയുടെ ഫണ്ടാണെങ്കിലും MBക്ക് തോന്നുന്ന പോലെ അവിടെ ഒരു വിളക്ക്, ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇത് കമ്മിറ്റി മുമ്പാകെ വെച്ച് കമ്മിറ്റി കൂടണം. ജില്ലാ കളക്ടറാണ് ഇത് വിളിച്ചു ചേർത്ത് നടപ്പാക്കേണ്ട ആൾ. പക്ഷേ ഇത്തരം ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഇംപ്ലിമെൻറ്റിംഗ് കമ്മിറ്റി കൃത്യമായി കൂടാത്തത് കൊണ്ടൊക്കെ MB ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ താമസം വരുന്നുണ്ട് എന്ന് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ഞാൻ കണക്കിലെടുക്കുന്നു. എന്നാൽ പോലും അതങ്ങനെയല്ലല്ലോ. 5 കോടി രൂപയല്ലേ. 5 കോടി രൂപ കൊണ്ടൊരു മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജനുവരി 20 കഴിഞ്ഞു.
ഫെബ്രുവരി മാർച്ച് 31 ഈ പൈസ എത്രയും പാഴാകും. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഈ ഫണ്ടിൻ്റെ വിനിയോഗ കാര്യത്തിൽ എം പിമാർ ഒരു ജാഗ്രത കാണിക്കണ്ടേ? കളക്ടറെ വിളിക്കണം, കമ്മിറ്റി കൂടണം, കൂടിയേ പറ്റുള്ളൂ. പാർലമെൻറ്റ് 365 ദിവസം ഒന്നും കൂടുന്നില്ല. ഇവിടുന്ന് പോയ 19 വിദ്വാന്മാരും അവിടെ പോയി ബഹളം വെക്കാൻ പോകുന്നവരാ. അവിടെ പോയി 2 മുദ്രാവാക്യം വിളിച്ച് അടുത്ത വണ്ടിക്ക് നാട്ടിലോട്ട് പോരും. ഇവിടെ ഒന്ന് കളക്ടറേറ്റിൽ പോയി കളക്ടറെ വിളിക്ക്, കമ്മിറ്റി എന്തായി, എൻ്റെ മണ്ഡലത്തിലെ ഫണ്ട് എന്താ വിനിയോഗിക്കാത്ത എന്നൊന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ടി ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇത് മുൻവർഷങ്ങളും ഇങ്ങനെയാണ്. മുൻവർഷങ്ങളിൽ ഞാനും നമ്മുടെ ടി ജി മോഹൻദാസ് ചേട്ടനും കൂടെ കഴിഞ്ഞ വർഷത്തെ കണക്കും എടുത്ത് ഇങ്ങനെ പരിശോധിച്ചത് അപ്പോഴും ഇത് തന്നെയായിരുന്നു. അപ്പോൾ എം പി ഫണ്ട് എന്ന നിലയിൽ ഓരോ വർഷവും ഒരു എം പിക്ക് 25 കോടി രൂപ കിട്ടും. രാജ്യസഭാ എം പി ആണെങ്കിൽ 30 കോടി കിട്ടും. 6 വർഷമാണല്ലോ രാജ്യസഭാ എം പിയുടെ കാലാവധി. അപ്പോൾ ഈ ഇത്രയും പണം നമുക്ക് 10-29 എം പിമാരുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ട് കിട്ടുന്ന 25 കോടി രൂപ വീതം 29 പേരുടെ കൂട്ടിയാൽ എത്ര കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിലവിൽ നമ്മുടെ വോട്ട് വാങ്ങി ജയിച്ച് പോയതിന് ശേഷം നമ്മുടെ നാട്ടുകാർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഇവർ വല്ലാത്ത അലസത കാട്ടുന്നു. ഇപ്പോൾ മാത്രമല്ല, നിരന്തരം മുൻവർഷങ്ങളിലെ കണക്കെടുത്ത് നോക്കിയോ, ഇത് തന്നെയാണ്. ഇത് പൂർത്തിയാക്കി ഇനി അടുത്ത വർഷത്തെ എം പി ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തറിയോ, ഈ വർഷത്തെ വിനിയോഗത്തിൻ്റെ കണക്ക് കൊടുത്താലേ അടുത്ത വർഷത്തെ ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ വർഷം അവർ വിനിയോഗിക്കാതിരിക്കുകയും അതിൻ്റെ കണക്കുണ്ടാക്കാതിരിക്കുകയും ചെയ്താൽ അടുത്ത വർഷവും ഫണ്ട് കിട്ടുകയില്ല. അപ്പോൾ വല്ലാത്ത കൊലച്ചതിയാണ് നമ്മുടെ എം പിമാരായി നമ്മൾ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയക്കുന്ന ആളുകൾ ചെയ്യുന്നതെന്ന് വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷവും ഈ കണക്കെടുത്തത്. കഴിഞ്ഞ വർഷവും ഇതേ കണക്ക് നേരത്തെ പറഞ്ഞ ടി ജി ഞാനിവിടെ ചെയ്തിരുന്നു. 1 ഇഞ്ചും മാറിയിട്ടില്ല. അപ്പോൾ ജനങ്ങളോട് നമ്മൾ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികൾ കാണിക്കുന്ന ഒരു വലിയ ചതിയാണിത് എന്ന് പറയാതെ തരമില്ല. ഇന്ത്യ ലൈവ് നിരന്തരം മറ്റുള്ളവർ പറയാൻ മടിക്കുകയും മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ആയിട്ടുള്ള IND എന്നുള്ള ആ അടയാളത്തിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ പേജ് ഓപ്പണായി വരും. അതിൽ നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ആ ബാറിൽ ഒന്ന് വിരൽ തൊട്ടാൽ മതി. തൊട്ടുപുറത്ത് കാണുന്ന ബെൽ മണി അടയാളത്തിലും കൂടി ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. സഹായിക്കണം.